വിദേശവേദിയിൽ ഭാരതത്തെ അപമാനിക്കുന്ന പ്രസ്താവനകൾ ആവർത്തിച്ച് രാഹുൽ. ചൈനയെ പ്രശംസിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉൽപാദന രംഗത്ത് ചൈന കഴിവ് തെളിയിച്ചു. ഉൽപാദന രംഗത്ത് ഭാരതത്തിൻ്റെ നയങ്ങൾ പരാജയമാണെന്നും രാഹുൽ. അമേരിക്കയിൽ ടെക്സസ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളോട് സംവദിക്കവെയായിരുന്നു രാഹുലിൻ്റെ ഈ പരാമർശം. And if you look today, China is dominating global production. You go to India, you look at the phones, you look at the furniture, you look at clothes, you see on the back, made in China. That's a fact. India has an employment problem. But there are many countries in the world that don't really have an employment problem. China certainly doesn't have an employment problem. Vietnam doesn't have an employment problem. So there are places on the planet that are not struggling with unemployment. There's a reason. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനും അതേപോലെ തന്നെ ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൻ ജോസും ചേരുന്നുണ്ട്. ആദ്യം ജിഷ്ണു കൃഷ്ണനിലേക്ക്. ജിഷ്ണു, ഇത് രാഹുൽ ഇതാദ്യമായല്ല ഭാരതത്തെ മോശപ്പെടുത്തി സംസാരിക്കുന്നത്. ഇവിടെ ഇന്ത്യയിൽ BJP സർക്കാരിൻ്റെ ഭരണത്തിനെതിരെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗോദായിൽ അതൊക്കെ പറയുന്നതിന് തെറ്റില്ല. പക്ഷേ ഭാരതത്തിന് വെളിയിൽ മറ്റൊരു രാജ്യത്ത് പോയി അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളുമായി സംവദിക്കുമ്പോഴാണ് ഭാരതത്തെ ഇകഴ്ത്തി സംസാരിക്കുക, ചൈനയെ പുകഴ്ത്തി സംസാരിക്കുന്ന ഒരു രീതി. തികച്ചും ഭാരതവിരുദ്ധമായ നിലപാട് രാഹുൽ സ്വീകരിക്കുന്നു എന്നുള്ള BJPയുടെ പ്രതിഷേധവും ഉയരുന്നുണ്ട്. എങ്ങനെ കാണുന്നു ഈ രാഹുൽ അവിടെ നടത്തിയ ഈ പ്രസ്താവന? വിനോദ് സൂചിപ്പിച്ചതുപോലെ ഇത് ആദ്യമായല്ല രാഹുൽ വിദേശ രാജ്യങ്ങളിൽ പോയിക്കൊണ്ട് വിദേശ രാജ്യത്തെ ഇത്തരത്തിലുള്ള വേദികളിൽ ഈ ഭാരതത്തെ അപമാനിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. ഇതിനു മുൻപും ഇത്തരത്തിൽ വിവാദപരമായ പ്രസ്താവനകൾ, ഭാരതത്തെ അപമാനിക്കുന്ന പ്രസ്താവനകൾ രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ നിലവിൽ രാജ്യത്തോട് കൂടുതൽ ഉത്തരവാദിത്തമുള്ള സ്ഥാനത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിൽ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ അമേരിക്കയിൽ ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കവേ ഭാരതത്തിന്റെ കഴിവുകളെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടും ഒപ്പം ചൈനയെ പ്രശംസിച്ചുകൊണ്ടുമുള്ള വാക്കുകൾ ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുലിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. വിദ്യാർത്ഥികളോട് സംവദിക്കവേ ഈ ഒരു കാലഘട്ടത്തിൽ ചൈന അവരുടെ ഉൽപാദന ശേഷിയിൽ കഴിവ് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവർ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉൽപാദന ശേഷിയിൽ വലിയ രീതിയിൽ കഴിവ് തെളിയിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അല്ലെങ്കിൽ ആ ഒരു കഴിവും ആ ഒരു നയവും ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കണ്ടുപഠിക്കണം. തൊഴിൽ മേഖലയിലും അതുകൊണ്ട് തന്നെ ചൈന മുന്നിട്ട് നിൽക്കുന്നു. ഭാരതത്തിൽ തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ സാധിക്കുന്നില്ല തുടങ്ങി ഭാരതത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയും ഒപ്പം ചൈനയെ പ്രശംസിക്കുന്ന പ്രസ്താവനകളുമാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത് ഏത് കാലഘട്ടത്തിലാണ് രാഹുൽ നിന്ന് സംസാരിക്കുന്നത് എന്നുള്ളത് കൂടി ഓർക്കണം. 2014 ശേഷവും 2014 മുൻപും രാജ്യത്തെ ഉൽപാദന ശേഷി എത്രത്തോളമായിരുന്നു എന്നുള്ളത് വിവിധ കണക്കുകൾ സഹിതം നമുക്ക് മുൻപിലുണ്ട്. മുൻപ് പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ 90% ഭാരതം ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്നെങ്കിൽ ഇന്ന് പ്രതിരോധ മേഖലയിലടക്കം ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് കയറ്റുമതി വർദ്ധിപ്പിച്ചുകൊണ്ട് ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് രാജ്യം സ്വയം പര്യാപ്തതയിലേക്ക് നടന്നു കയറുമ്പോഴാണ് ഇത്തരത്തിൽ ഭാരതത്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട നയം തെറ്റാണ് എന്നും ചൈന വലിയ രീതിയിൽ ഉൽപാദന ശേഷിയിൽ മികവുറ്റു നിൽക്കുന്നു എന്നുള്ള പ്രസ്താവന കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നേരത്തെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ വർഷം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കവെയായിരുന്നു ഭാരതത്തിൽ ജനാധിപത്യം തകർന്നു എന്ന വിവാദപരമായ പ്രസ്താവന അന്ന് രാഹുൽ നടത്തിയത്. അതിനെതിരെ വലിയ പ്രതിഷേധം BJP പാർലമെന്റിലും പാർലമെന്റിന് പുറത്തും ഉയർത്തുകയും രാഹുൽ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇതാദ്യമായല്ല വിദേശ വേദികളിൽ പോയിക്കൊണ്ട് വിദേശ രാജ്യങ്ങളിലെ വേദികളിൽ പങ്കെടുത്തുകൊണ്ട് ഭാരതത്തെ അപമാനിച്ചുകൊണ്ട് ഭാരതത്തെ ജനാധിപത്യ സംവിധാനത്തെ അപമാനിച്ചുകൊണ്ട് രാഹുൽ സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ അമേരിക്കയിൽ ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ സംസാരിക്കുമ്പോഴാണ് ചൈനയെ പ്രശംസിക്കുകയും ഇന്ന് പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് കഴിവ് തെളിയിക്കുന്ന ഭാരതത്തിന്റെ ഉൽപാദന ശേഷിയെ താഴ്ത്തിക്കെട്ടിയും രാഹുൽ സംസാരിച്ചിട്ടുള്ളത്. ഒപ്പം RSSുമായി ബന്ധപ്പെട്ടും
ഭാരതം എന്ന നമ്മുടെ കാഴ്ചപ്പാടിനെ എതിർത്തുകൊണ്ടുമുള്ള വിവിധ പ്രസ്താവനകളും രാഹുലിന്റെ ഭാഗത്തുനിന്ന് ടെക്സസിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. RSS കരുതുന്നത് ഇന്ത്യ എന്നുള്ളത് ഒറ്റ ആശയമാണ്, ഒരു രാജ്യമാണ് എന്ന് RSS കരുതുന്നു. എന്നാൽ ഇന്ത്യ അത്തരത്തിലല്ല, വിവിധ മേഖലകളുടെ കൂടിച്ചേരലാണ് ഭാരതം. അതായത് എങ്ങനെയാണോ വിഘടനവാദ ശക്തികൾ ഭാരതത്തെ വിഘടിപ്പിച്ചുകൊണ്ട്, ജനങ്ങളെ വിഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കാറ്, അതേ വാദമാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുലിന്റെ ഭാഗത്ത് ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. ഒപ്പം RSS സ്ത്രീകളെ, വനിതകളെ മുൻപോട്ട് വരാൻ അനുവദിക്കുന്നില്ല. അവർ അടുക്കളയിൽ പാചകം ചെയ്യാനും ഒപ്പം ശബ്ദം താഴ്ത്തി സംസാരിക്കേണ്ടവരുമാണ് എന്ന പ്രസ്താവന കൂടി രാഹുൽ നടത്തിയിട്ടുണ്ട്. അതിനെതിരെ ഇതിനോടകം തന്നെ BJP RSS നേതാക്കളുടെ പ്രതികരണം വന്നിട്ടുണ്ട്. രാജ്യത്ത് വനിതാ സംവരണം നടപ്പാക്കിക്കൊണ്ട് വനിതകൾക്ക് എല്ലാ തരത്തിലും പ്രാതിനിധ്യം നൽകാനും വനിതാ രാഷ്ട്രപതിയെ സൃഷ്ടിക്കാനും കഴിവ് തെളിയിച്ച, അല്ലെങ്കിൽ അതിന് രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തെ പര്യാപ്തമാക്കിയത് RSS ആണ് എന്ന മറുപടി ഇതിനോടകം തന്നെ രാഷ്ട്രീയ തലത്തിൽ BJP നേതാക്കൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. ഏതായാലും രാഹുലിന്റെ പ്രസ്താവന വലിയ വിവാദങ്ങളിലേക്ക് വഴിവെക്കുകയാണ്. വിദേശ രാജ്യത്ത് ചെന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഭാരതത്തിന്റെ ഉൽപാദന ശേഷിയെയും ഭാരതം എന്ന ആശയത്തെയും അല്ലെങ്കിൽ രാജ്യം എന്നുള്ള കൺസെപ്റ്റിനെയും തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവന രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. തീർച്ചയായും ഇത്തരത്തിൽ ഭാരതത്തെ എഴുത്തുന്ന നിലയിലുള്ള പ്രസ്താവനയാണ് രാഹുൽ വിദേശ സർവകലാശാലയിൽ നടത്തിയത്. ഐസൻ ജോസ് കൂടി ചേരുകയാണ്. ഐസൻ ജോസ്, ജിഷ്ണുകൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ ഇത് രാഹുൽ ആദ്യമായല്ല ഭാരതത്തെ ഇത്തരത്തിൽ മോശപ്പെടുത്തി സംസാരിക്കുന്നത്. ഇപ്പോൾ ചൈനയെ പുകഴ്ത്തിക്കൊണ്ടാണ്, ഭാരതത്തെ ഇകഴ്ത്തിയും ചൈനയെ പുകഴ്ത്തിക്കൊണ്ടുമുള്ള വിദേശ സർവകലാശാലയിൽ രാഹുൽ നടത്തിയ പ്രസ്താവന അത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. രാഹുൽ നടത്തിയ ഈ പ്രസ്താവനയ്ക്കെതിരെ പ്രത്യേകിച്ചും ഭാരതീയർ ഒന്നടങ്കം പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ നിലനിൽക്കുന്നത് ഐസൻ ജോസ്? തീർച്ചയായും ഭാരതീയരെല്ലാവരും തന്നെ പ്രതിഷേധിക്കുന്നു എന്നതിലപ്പുറം, അല്ലെങ്കിൽ ആ ഒരു എതിർപ്പ് കൃത്യമായും രേഖപ്പെടുത്തുന്നു എന്നതിലപ്പുറം, വസ്തുതാപരമായി അദ്ദേഹം പറഞ്ഞതിലെ വൈചിത്രങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ വസ്തുതാപരമായ പിശകുകളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വന്നത് രാജ്യം 4.5% എന്നൊരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞതായി ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ 4.5 എന്ന വളർച്ചാ നിരക്ക് ഭാരതം കൈവരിക്കുകയുള്ളൂ എന്ന് ഈ ലോകത്തെ ഒരു സാമ്പത്തിക സംവിധാനങ്ങളും ഇതുവരെ പറഞ്ഞിട്ടില്ല. IMFന്റെ ഡാറ്റയിൽ പോലും 8.2% വളർച്ച കൈവരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇനിയും മറ്റ് GDP ഗ്രോത്തിലെല്ലാം തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് IMFന്റെ പോലും പ്രവചനങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിലാണ് പുറത്തു വന്നത്. സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ വസ്തുതാപരമായി അദ്ദേഹം പറഞ്ഞത് 4% കൂടുതൽ പോകില്ല എന്ന് പറയുന്നത് വസ്തുതാപരമായി തന്നെ പിശകാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, മറ്റൊരു വിഷയം RSSന്റെ സംബന്ധിച്ച വിഷയമാണ്. അത്തരത്തിലുള്ള വിഷയങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം സംബന്ധിച്ച് കൃത്യമായ നിലപാടുകൾ ആ പ്രസ്ഥാനത്തിന് ഉണ്ട് എന്നുള്ളത് ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ പത്രസമ്മേളനങ്ങളിൽ പോലും പുറത്തു വന്നൊരു കാര്യമാണ്. ഇത്തരത്തിൽ വസ്തുതാപരമായി തെറ്റായ കാര്യങ്ങൾ വിദേശത്ത് ചെന്ന് ഇത്തരത്തിൽ പറയുകയും അത് ഭാരതത്തെ ഇകഴ്ത്തുന്നതിന് വേണ്ടി അദ്ദേഹം പ്രയോജനപ്പെടുത്തുകയും, ഭാരതത്തെ ഇകഴ്ത്തുക എന്നതിനപ്പുറം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ സർക്കാരിനെ ഇകഴ്ത്തുക എന്നൊരു ലക്ഷ്യമാണ് ഇദ്ദേഹത്തിനുള്ളത് എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒരു ഗ്രഹപാഠം പോലും ചെയ്യാൻ തയ്യാറാകാതെ ഇത്തരത്തിലുള്ള ആക്ഷേപകരമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. അത് വളരെ വ്യക്തമാണ്. ഭാരതത്തിനെതിരായിട്ട് തന്നെയാണ് രാഹുൽ ഇത്തരത്തിൽ വിദേശ സർവകലാശാലയിൽ സംസാരിച്ചത്. അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് രാജ്യത്ത് ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ചും അവിടുത്തെ ടെക്സാസ് സർവകലാശാല വിദ്യാർത്ഥികളുമായി സംവദിക്കുമ്പോഴാണ് ചൈനയെ പുകഴ്ത്തിക്കൊണ്ടുള്ള രാഹുലിൻ്റെ ഈ പരാമർശം. അത് മാത്രമല്ല, ഭാരതത്തെ എഴുത്തിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്തു. വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. ജിഷ്ണുകൃഷ്ണനും ഐസൻ ജോസുമാണ് വിവരങ്ങൾ നൽകിയത്.